അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് 16 ഇവിടെ 2 പേർ ബർത്ത്ഡേ ആണ്, 16ഉം 17ഉം. ഇന്ന് 16 വൈകിട്ട്, ഇപ്പോൾ നാളെ 17. അപ്പോൾ 16-ന് നമ്മുടെ വീട്ടിലുള്ള ബൈച്ചേട്ടൻ്റെ ബർത്ത്ഡേ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടെ ഇന്ന് ചെറിയ രീതിയിലൊരു കുക്കിങ്ങും പരിപാടി, ചെറിയൊരു ആഘോഷം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ. പ്ലീസ് മീ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. പണി തുടങ്ങിയപ്പോൾ തന്നെ അരിയിലും പിറക്കലും കിട്ടിയത് കൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗം നിൻ്റെ അകത്തില്ല കേട്ടോ. ഉള്ള ഭാഗം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു 3 ഫുൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. മേടിച്ചപ്പോൾ തീരുമാനിച്ചിരുന്ന് കറി വെക്കാമെന്നായിരുന്നു. പക്ഷേ ചിക്കൻ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ചത് എന്നാൽ നമുക്ക് ഒരു 4 കാലെടുത്ത് അങ്ങോട്ട് ഗ്രില്ല് ചെയ്യാമെന്ന്. അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മുടെ ക്ഷണിച്ച് ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ല കുനുകുന അരിഞ്ഞ് മിക്സിയിലിട്ട് 2 കറക്കങ്ങ് കറക്കി എന്നിട്ട് അതങ്ങ് തേച്ച് പിടിപ്പിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനം ഗ്രില്ലിൽ കയറിയില്ല, അതിൻ്റെ മുമ്പേ അടിപിടിയായി. എനിക്കൊരു കാല് വേണം, എനിക്ക് മറ്റേ കാല് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനുണ്ട് കേട്ടോ. ഒരു കാലെടുത്ത് കഴുകി അതങ്ങ് അരഞ്ചം പുറഞ്ചം വരഞ്ഞ് അതിൻ്റെ അകത്ത് മസാലയും കൂടി പുരട്ടി ഒരു 1-2 മിനിറ്റ് അങ്ങ് വെക്കണം. അന്നേരം മസാലയുടെ പ്രത്യേക തരം മണമുണ്ട്, അടിപൊളി. ഒരു കാലിൻ്റെ പണി കഴിഞ്ഞ് മാറ്റി വെച്ചപ്പോൾ അടുത്ത കാല് വന്നു. പിന്നെ അതേലുള്ള മസാലപ്പെടുത്തും പരിപാടിയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറം നമ്മുടെ ചേട്ടൻ ഉപ്പ് നോക്കുന്നു. ആ കൂടെ തന്നെ കടന്ന് കുത്തോട് കുത്ത്, ആരോടോ ഒരു വൈരാഗ്യമുള്ള രീതിയിലാണ് കടന്ന് കുത്തുന്നത്. ഈ കിടന്ന് കാലിട്ട് കുത്തുന്ന ആളാണ് നമ്മുടെ സുഖിലേട്ടൻ. എന്നാ പരിപാടിയും എന്നാ സാധനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലും പിന്നെന്താടോ പോയി നമുക്ക് ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ ആദ്യം ചാടി ഇറങ്ങുന്ന ആൾ. നല്ല കൈപ്പുണ്യം ടേസ്റ്റും. ഇരിക്കുന്ന ചേച്ചിയാണ് നമ്മുടെ ചേച്ചി. ചേച്ചിയും ഒട്ടും മോശമല്ല കേട്ടോ. എല്ലാ കാര്യം പെട്ടെന്ന് നീറ്റ് ആൻഡ് വെടിപ്പായിരിക്കും. ഇവിടെ കുറച്ച് പേര് ഗ്രില്ലിൽ ചൂടാനും അവിടെ കുറച്ച് പേര് കറിയാകാനും നോക്കിയിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അതേ കയറി പിടിക്കാൻ വേണ്ടി. അവിടെ ഓരോ കാലയിലും മസാല പുരട്ടി തീരുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ സുഖിലേട്ടൻ ഓരോ കാലും ക്ലീനാക്കി വരഞ്ഞ് കൂത്തി കയറി അങ്ങോട്ട് പാസ് ചെയ്തു. അങ്ങനെ മസാലയിൽ മുങ്ങിക്കുളിച്ച ചിക്കൻ കാലുകൾ ഇനി വിശ്രമത്തിനായി 5-10 മിനിറ്റ് മാറിയിരിക്കാൻ പോകുന്നു. അവരെ അടുത്ത പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ് അടുത്ത ഘട്ടം. അടുപ്പേ കയറിയില്ല, അതിനു മുമ്പ് ഒരു കൈ വന്ന് ചിക്കൻ്റെ കാലെ പിടിക്കുന്ന കണ്ടോ. അവനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കുതിയ. നീതി കാക്കുന്ന ഭൂതത്താനെ പോലെ അവൻ ആ കോഴിക്കാലുമായി ഇനി കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിലേക്ക്. അങ്ങനെ ഗ്രില്ലടിക്കാനുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടി. അപ്പോൾ ആദ്യം തന്നെ പാത്രം എല്ലാം കഴുകി അതിൻ്റെ അകത്ത് കോഴിയിട്ട് അതും കഴുകി കിടക്കുന്ന പ്രക്രിയയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന എനിക്ക് വീണ്ടും പണി തന്നു. സവാള അരിഞ്ഞോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 സവാള എടുത്ത് കൈ തന്നു.
നമ്മളാരാ മോൻ സവാള എക്സ്പേർട്ട് അല്ലേ എന്ന് പറഞ്ഞ് മേടിച്ച് കുനുകുനാന്നറിയാൻ തുടങ്ങി. കണ്ടോ എൻ്റെ സ്കില്ല്. പിന്നെ സമയം കൂടുതലായ കാരണം ഒന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയാക്കുന്ന ഭൂതം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഗ്രില്ലടിക്കാനുള്ള ചിക്കനുമായി ഗ്രില്ലിംഗ് സെക്ഷനിലേക്ക്. ഞാൻ ഇതിന് എക്സ്പേർട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറുക്കനെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ചിക്കനെല്ലാം പറക്കി വെച്ചു. ഇനി ഗ്രില്ലടിക്കാനുള്ള ആ സാധനത്തിൻ്റെ പേരെന്നായിരുന്നു? മറന്നുപോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വലിയ ഓവൻ. അതിലേക്കും ഞാൻ തന്നെ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ചിക്കൻ പീസ് എടുത്തുകൊണ്ട് പോകുന്നു. കൊതി കാരണമുള്ള വെപ്രാളമാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര കയറ്റിയിട്ടും സാധനം കയറുന്നില്ല. എന്നാൽ ക്ഷമയോടെ കയറ്റാൻ പറഞ്ഞുകൊണ്ട് ബൈജു ചേട്ടൻ തൊട്ടടുത്തിരുന്നത് കാണിക്കുന്നു. മനസ്സോടെയാണ് നമ്മുടെ ചെറുകിനെ അടയ്ക്കുന്നത്. എന്നാൽ തുറക്കുമ്പോൾ ഞാൻ തന്നെ ഇതെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മാത്രം. അങ്ങനെ ഗ്രില്ലടിക്കാനുള്ള ചിക്കൻ വെച്ച് കഴിഞ്ഞു. അടുത്ത നമ്മുടെ പരിപാടിയാണ് കറി വെക്കണം. അപ്പം കറി വെക്കാനുള്ള ചിക്കൻ ആദ്യം തന്നെ പാതി വറുത്തെടുക്കുന്നു. കറി വെക്കാനുള്ള സവോള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി മുതലായ സാധനങ്ങൾ അണിയരപ്പുറത്തേക്ക് സൈഡിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വറുത്ത ചിക്കൻ വെന്തോ എന്ന് നോക്കാൻ തന്നെ വ്യാജ പ്രമാണത്തിൽ കൈകൾ അവിടുന്ന് ഇവിടുന്നും എല്ലാം വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെയൊക്കെ അങ്ങനെ ഒരു സൈഡിൽ ചിക്കൻ കറി, മറു സൈഡിൽ ഗ്രിൽ ചിക്കൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഗ്രിൽ ചിക്കനൊക്കെ സൈഡ് ഡിഷായിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ചുട്ടെടുക്കുമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ചൂടാനുള്ള ഉരുളക്കിഴങ്ങും തക്കാളിയും റെഡി. ഇനി പറുത്ത് കത്തണ്ടെന്ന് വെച്ചാൽ ചൂടായിരിക്കുന്ന ഓവൻ തുറന്ന് അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം പറക്കി ഇടണം. തുടക്കത്തിൽ ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ അന്നൊരു സാധനം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് മേടിച്ചതാണിത്. ഞങ്ങൾ അങ്ങനെ അടവേ ഓരോ സാധനം ഉണ്ടാക്കി തുടങ്ങുമ്പോഴേ അതില്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ മേടിക്കാൻ തുടങ്ങുള്ളൂ. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. പണിയൊക്കെ ഏകദേശം ഒന്ന് തീരാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പാത്രം കഴുകുന്നത് ചോദിച്ചപ്പോഴോ അവൻ പറയുകയാണ്, പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചാൽ നമുക്ക് ആ സമയം കൂടി നമുക്ക് കഴിക്കാൻ എടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രിൽ ചിക്കൻ ചുട്ടുപൊള്ളുന്ന കനലിൽ നിന്നും പുറത്തേക്ക്
ഏകദേശം റെഡിയായി എന്നല്ല, നല്ല രീതിയിൽ റെഡിയായി, നല്ല അടിപൊളി മണവും. മണം കാരണം ചൂട് പോലും മറന്ന് അതിൻ്റെ ഇടയ്ക്ക് കൈയിട്ട് ഞുള്ളിയെടുക്കുന്ന മറ്റ് ചില ആൾക്കാർ. ഡെക്കറേഷനൊന്നും കഴിഞ്ഞില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സുഖിലേട്ടൻ വീണ്ടും രംഗത്ത്. നാരങ്ങ നടുവേ പൊളന്ന് അതിൻ്റെ മുകളിൽ കൂടെ പിഴിഞ്ഞൊരിക്കുന്നു. അന്നേരം വരുന്ന ഒരു മണമുണ്ട്, എൻ്റെ പൊന്നാടാവേ. സ്വാദ് കൂട്ടാനുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഡെക്കറേഷൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഗ്രിൽഡ് ചിക്കൻ ഏകദേശം ഓക്കെ ആയി. അടുത്തത് ഗ്രിൽഡ് ചിക്കൻ മാറ്റി വെച്ചു. കാരണം മാറ്റി വെച്ചില്ലെങ്കിൽ ആട് കിടന്നിടത്ത് പൂട്ട് പോലും കാണില്ല എന്ന് നമ്മുടെ സുഖിലേട്ട് നല്ലപോലെ അറിയാം. അത് മാറ്റി വെച്ച ശേഷം അടുത്ത നമ്മുടെ ഉരുളക്കിഴങ്ങ് തക്കാളി ഉണ്ടല്ലോ, അത് പെറുക്കിയെടുക്കുന്ന സെക്ഷനാണിത്. അങ്ങനെ ഇന്നത്തെ പാചകം ഏകദേശം കഴിഞ്ഞു. പാചകമല്ല, ബർത്ത്ഡേ പാചകം ഏകദേശം കഴിഞ്ഞു. പൊറോട്ട ചുട്ടത് ഞാനായതുകൊണ്ട് അതിൻ്റെ വീഡിയോയും കൂടി എടുക്കാൻ സാധിച്ചില്ല. എന്നാലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ.